ഹലോ മൂത്തമ്മ, ഇത് ഞാനാണ് മുട്ടി. എന്തായി, നിങ്ങൾ പോന്നാ? ആ മൂത്തമ്മ, ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരണേന്ന് നിങ്ങൾ പറയരുതിട്ടോ ഇവിടെ. നൂറ് ഇവിടുന്ന് എവിടേക്കോ പോവാൻ നിൽക്കേന്ന്. നിങ്ങൾ എവിടെ എത്തിക്കണേ? മൂത്തമ്മ ഒരിക്കലും പറയരുതിട്ടാ, ഞാൻ നിങ്ങളും കൂടി കോണ്ടാക്ട് ഉള്ളത്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നം. അല്ലെങ്കിലോ നൂറക്കിനെ കണ്ണിന്റെ നേരെ കണ്ടൂടെ. നൂറക്കും ഉമ്മാക്കൊന്നും എന്ത് ചെയ്യാനാ മൂത്തമ്മ? ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. കുഞ്ഞോക്കാക്കാനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ഞാൻ ഇട്ടെറിഞ്ഞു പോയിന്ന്. വിഷമിക്കല്ല, ഇക്കൊരു സങ്കടമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ കാട്ടണമെന്ന് എനിക്കറിയില്ല. ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആരെ പേരിലാണ് സ്ഥലം ആക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അതൊരു തീരുമാനം കെട്ടാനോ എന്തായാലും നിങ്ങളോട് പറയല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞാലെങ്കിലും കുഞ്ഞുകാക്കാരുടെ പേരിലാക്കുമല്ലോ വെച്ചിട്ടാണ്. മിക്കവാറും നൂറിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ പേരിലാവും സ്ഥലം. കുഞ്ഞുകാക്ക നല്ല ടെൻഷൻ ഉണ്ട്. കുഞ്ഞുകാക്ക വിളിക്കുമ്പോൾ എപ്പോഴും സങ്കടം പറയാണ്. ആ കുടുംബം നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ തെരുവിലായില്ലേ എന്നുള്ളത്. പിന്നെ മാസാമാസമായി വാടകക്ക്, കറണ്ടും ബില്ല്, ചെലവ്, റിനുവിന്റെ ചികിത്സ വരെ ഈ കുഞ്ഞോക്കാക്കയാണ് നോക്കിയിരിക്കണത്. വെറുതെ പറയാണ് മൂത്തമ്മ അതൊക്കെ. നൂറ് ഒരു പൈസ ഈ പെരയിൽ ചെലവാക്കൂല. എല്ലാതും കുഞ്ഞോക്കാക്ക തന്നെയാണ്. എനിക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായത് നിങ്ങൾ ആരും എന്താ ഇങ്ങോട്ട് വരാത്തെന്നുള്ളത്. ഇവർ ഈ സ്വഭാവം കൊണ്ടാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഇവിടുത്തെ അമ്മ നിങ്ങളൊക്കെ കുറ്റം പറയുമായിരുന്നു. ഇപ്പാന്റെ ബന്ധുവായിട്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ, ഇപ്പൊ ഉണ്ടാവുമ്പോ എല്ലാരും കടന്നു നോക്കിയെന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവര് നിങ്ങളെ കുറ്റം പറയാണ്. ഇവരെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ആരും കൊണ്ട് തിരിഞ്ഞു നോക്കാത്തതെന്നുള്ളത്. പ്രത്യേകിച്ച് ആ നൂറന്റെ സ്വഭാവം. ആ നൂറൻ അന്നെന്നുണ്ടെങ്കിൽ കുഞ്ഞോക്കാക്കാന്റെ പേരിലാക്കിയാൽ പോരെ. ഇത്രയും കാലം നയിച്ച പൈസ മൊത്തം കുഞ്ഞോക്കാക്ക് ഈ പെരക്ക് ചെലവാക്കിയിട്ട് ഇപ്പൊ കുഞ്ഞോക്കാക്ക തെരുവുക്ക് ഇറങ്ങണ അവസ്ഥ വന്നില്ലേ. അപ്പൊ ഇമ്മയും നൂറും റീനൊക്കെ പാടെ ഒത്തിട്ടുള്ള പരിപാടിയല്ലത്. അതറിയില്ല 5 ലക്ഷം ഉറുപ്പ്യ എവിടുന്നാന്നുള്ളത്. അവളെല്ലാം നാളെ ഇവിടെ പറഞ്ഞിരുന്നു അവൾക്കൊരു കാമുക ഉണ്ട് എന്നുള്ളത്. അതല്ലേ പറഞ്ഞത്. ഏട്ടത്തി അഞ്ചത്തി ഒക്കെ കണക്ക് തന്നെയാണ്. ആയിക്കോട്ടെ, ഞങ്ങളിങ്ങോട്ട് വരി. എത്താനായ? നൂറ് എവിടക്കോ പോവാണ്. പോകുമ്പോത്തിന് മേം വരിട്ടാ. എന്നാ ശരി. എന്തായാലേ ഇത് പൊളിക്കും. ഇവിടെ ആരും പേടില്ല. പക്ഷെ മൂത്തമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം നിൽക്കൂല എന്നുള്ളത് ഇപ്പോഴുള്ള കാലത്ത് തന്നെ എല്ലാവരും പറഞ്ഞിന്ന്. അങ്ങനെയാണ് കോണ്ടാക്ട് ഞാൻ തപ്പിപ്പിടിച്ചത്. എങ്കാലേ കുഞ്ഞോക്കാക്കാൻ്റെ പേരിൽ എങ്ങനെ സ്ഥലം എത്തിക്കണം എന്നുള്ളത് എനിക്ക് നല്ല അറിയാം. നൂറിൻ്റെ പേരിലാണാല. ഫോണോടെ വെച്ചത് എന്താ ഫോണ്? ചുമച്ചാട്ട് രാവിലെ തന്നെ കുളിച്ച് മാറ്റി വരുന്നതൊക്കെ പോവുകയാണ്. എന്നാണ്ടല്ലോ ഒന്നും കൊണ്ട് സഹായിക്കാൻ വരിക. മോട്ടിനൊന്ന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ. മഴ പെയ്യായിരിക്കും. ചേച്ചി, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ? എവിടക്കാ ഞാൻ വരേണ്ടത്? പോസ്റ്റ് ഓഫീസൊക്കെ? മറക്കൂല. അല്ല, ഈ മാസം ലാസ്റ്റൊക്കെ മതിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വിടാന്ന് വിചാരിച്ച്. ആ സ്ഥലത്തിന് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടാല. ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകുന്ന പറഞ്ഞത്.
അവരോട് ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ബഷീറാക്കാനോട് വരുമ്പോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ ഇട്ടാന്നുള്ളത്. സന്തോഷായിക്കണ. എന്നാ ഞാൻ ശരി വെക്കാം. ചേച്ചി അവിടുന്ന് ഇറങ്ങുമ്പോ നിനക്ക് മിസ് കോൾ അടിക്കേ. നിനക്ക് ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാലോ. എന്നാ ശരി. ഇതിലെന്റെ ആധാർ വെച്ചിരുന്നത്. ഇമ്മ ഇത് ആധാർ കണ്ടി നിങ്ങള്? ഞാൻ ഇതില് വെച്ചീനല്ലോ. ഇവിടെ ഇങ്ങോട്ട് സാധനം വെച്ചോടുത്ത് കാണൂലല്ലോ. അൽമാർ എപ്പോഴും ഈ റിനുവിന് ഇതൊന്ന് നേരാക്കി കൂടെ. ഒരു വൈക്ക് ഇറങ്ങുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും. തിന്നാൻ നേരത്തെ കൊണ്ട് വരും. പേരിനൊരു ബഷീറാക്കാടെ പണിയുണ്ട്. ആരാന്റെ പണിയെടുക്കാനല്ലേ പോണെന്ന് പറയും. ബഷീറാക്കാടെ വെറുതെ കുത്തിരിക്കും. ഭാരാബ്ദം പറഞ്ഞുകാണ്ടേ 5 ലക്ഷം എവിടുന്നെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. ബഷീറാക്കാന്റെ മകനെ വളച്ചെടുത്തൊന്നും ആരുണ്ട്? ആ അഞ്ചത്തിന്റെ ലേടത്തി മുട്ടിയേ അത് തയ്യോ കൂട്ടാന് വേറെ വെക്കണഞ്ഞ് ഉരുളങ്കിയോ കറിക്കായി നമുക്ക്. എന്നാല് അത് തികയുവേ. ആരപ്പോ ഞമ്മള് 3 മാത്രല്ലേ ഉള്ളൂ. അല്ലമ്മ നൂറ് എവിടുക്ക പോണ്? രാവിലെ തന്നെ കുളിച്ച് മാറ്റിയൊക്കെ ചെയ്തിക്കണല്ലോ. നൂറ് എവിടുക്ക പോണാവോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്ന? രാവിലെ കുളിക്കണൊക്കെ കണ്ടിരുന്നു. ചിലപ്പം തല നീരിറങ്ങി ഉച്ചക്ക് കുളിച്ചിട്ടേ ചിലപ്പം ബഷീറാക്കാർക്ക് പോകുവോ. അല്ല ബഷീറാക്കാർക്ക് പോണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ പോകേണ്ട നേരം കഴിഞ്ഞില്ലേ. ഇത് വേറെ എവിടുക്ക പോവാ തോന്നണ്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഒന്ന് ചോദിക്കാനും പോക്കില്ല. എന്ത് തന്നെ ചോദിച്ചാലും കുട്ടീനോട് മുണ്ടലില്ല ഒരക്ഷരം. പിന്നെ ഇപ്പൊ എന്തിനു ചോദിക്കാനാ? ഇജ്ജന്ന് പറഞ്ഞേതു ഞാൻ ഓളോട് ചോദിച്ചേതു ഓളിനോട് മുണ്ടലില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇജ്ജ് വളഞ്ഞു തിരിഞ്ഞാണ്ട് എന്നോട് അങ്ങനത്തെ വർത്താനം പറയേണ്ട ആവശ്യമുണ്ടാ? ഇക്ക് നൂറനെ നല്ലോ അറിയാം. ഓൾക്കൊരു കാമുകം ഉണ്ട്, ഓൾക്ക് അതാണ് പൈസ കൊടുക്കണേ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നെ മൂട്ട് കുത്തിയിട്ട് ഇപ്പൊ ഇന്റെ കുട്ടി എന്നോട് മുണ്ടലും ഇയ്യ പറച്ചിലും ഇയ്യ ഒന്നും ഇയ്യ. വെറുതെ എന്തിനാണ് നമ്മള്? ശരിയായിക്കോളും. ഓള് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും എന്നോട് തെറ്റി നിക്കാൻ നിക്കൂല. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ബേജാറില്ല. പിന്നെ ഇജാരിക്ക നേരത്തെ ഫോൺ വിളിച്ചിന്ന് അവിടെ നിന്നിട്ട് അത് ഞാൻ എന്നോട് ചോദിക്കാൻ മറന്ന്. ഫോൺ ചെയ്യ അത് ഞാൻ ഉമ്മ വിളിച്ചിരുന്നു. അപ്പൊ ഉമ്മാനോട് ഫോൺ ചെയ്തതെന്ന്. ഞാൻ എന്താ രാവിലെ തന്നെ ഉമ്മക്ക് എന്തെങ്കിലും എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ വെറുതെ വിളിച്ചതേന്ന്. അപ്പൊ ഞാൻ രാവിലെ തന്നെ വിളിച്ചപ്പോ ഞാൻ എന്തേന്ന് ആകെ ബേജാറായി. അപ്പം ഉമ്മ എന്തിപ്പോ ഇങ്ങനെ വിളിച്ചെന്ന് വെച്ചിട്ട് അതാ ഞാൻ അവിടെ പോയിന്ന് ഫോൺ ചെയ്തിരുന്നത്. കുഞ്ഞോകാക്കണ്ട് പറഞ്ഞ് കുഞ്ഞോകാക്കാനോട് ഒരു വാക്കും മുണ്ടണില്ല പറയണില്ല എന്നൊക്കെ. എന്തിയെ കുഞ്ഞോനക്ക് പെങ്ങളെ നമ്പർ അറിയില്ലേ? പെങ്ങളെ ഫോൺ നമ്പർ അറിയില്ലേ? അറിയായി ഒന്നും ഇയല്ല. എന്താ കുഞ്ഞോനക്ക് ഇങ്ങോട്ട് വിളിക്കാൻ നിശ്ചയോളെ? ഓളൊരു സ്ഥലം എടുക്കാണ്. ഓൻ ചോദിച്ചാ ഓളൊരാങ്ങളല്ലേ ഓന്. ഓൻ ചോദിക്കേണ്ട കടമോ എനിക്കില്ല. എനിക്ക് അവിടുന്ന പൈസ ഇജ്ജ് അവിടുന്ന് ഒരു കടം വാങ്ങാണ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കേണ്ട കടമ ഓനക്കില്ലേ? അതുമ്മ കുഞ്ഞോകാക്ക അവിടെ തിരക്കായിട്ടല്ലേ വിളിക്കാത്തത്. അല്ലേ കുഞ്ഞോകാക്ക വിളിക്കാതിരിക്കുക? ഓരോ സീസണിലും ഭയങ്കര തിരക്കാണ്, അതാണ് വിളിക്കാത്തത്. എന്നാ പണി കുറവാണേനു, എന്നാലോ ശമ്പളമാണെങ്കിൽ ഇല്ലേനു. എന്നാണ് അവക്കും ബിലുവിനൊക്കെ ഒരു രക്ഷ ഉണ്ടാവല്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഓ സങ്കടപ്പെട്ടിട്ടും ഓ വിഷമിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നൂറിന്റെ കാര്യത്തിൽ ഓ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യം എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം നൂറിന്റെ ഒരു കാര്യം ഓ നോക്കണില്ല. നൂറിന്റെ എന്നല്ല ഈ പെരയത്തെ ഒരു കാര്യം ഓ നോക്കണില്ല. പിന്നെ അധികം ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് ഏറിപ്പോ ഇന്റെ മേഘയെ ആ ചപ്പാത്തി ചുട്ടുകാണ്ടേ വേറെ വല്ല പണി കഴിക്കാൻ നോക്ക്. അറിയാതിരിക്കണേ ഏറ്റവും നല്ലത്. തള്ളം മകനെ വെച്ച് പറയുമ്പോ ഒന്നും മുണ്ടണില്ലല്ലോ. എന്നാ കുഴപ്പമില്ല, എന്തെങ്കിലും നന്നായിക്കോളൂ, വിഷമിക്കണ്ട, അങ്ങനൊക്കെ ഒരു വർത്താനം ഉണ്ടാവില്ല. അതൊന്നുമില്ല. സഹോദരം കാണിച്ചരാ മൂത്തമ്മ കൊണ്ട് വരട്ടെ. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിപ്പിക്കണ്ട എന്നുള്ളത് എനിക്ക് നല്ല അറിയാം. ഇങ്ങനെയുള്ളൊരു വിടക്ക് തള്ളം എന്തേലും അപ്പം മരിച്ചപ്പോഴൊക്കെ സ്വഭാവം എന്നറിയാം.
അല്ല അതിനെ പോലത്തെ ഒരു അമ്മായിമ്മ വേറെ ലോകത്ത് ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞപ്പോ തളന്റെ സ്വഭാവം പറ്റങ്ങോട്ടും മാറ്റിയെടുത്ത് ഇത്തിരി തള്ള മകളും താങ്ങി പിടിച്ച് നടക്കണം. കാണാൻ നമുക്ക് വയസ്സാകുമ്പോ മകൾ ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു അലമാറിന്റെ കോലാണ് അല്ലെങ്കിൽ ഉമ്മ എടുത്ത് വെച്ചിരിക്കണം. നൂറ മാട്ടി എവിടുക്ക പോണത്? ഇന്നെന്ത് ബഷീറാക്കാടക്കൊന്നും പോണില്ലേ? ആ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാ. ഇതെന്താ മടക്കി വെക്കാത്തുമ്മ? റീനുവിന് എന്താ പണി? റീനു എവിടേക്ക് പോയതാണാവോ? അതിന് ഞാൻ ചോദിക്കണത് ഇജ്ജ് ഏത് സ്ഥലം വരെ പോണെന്ന്. അല്ല ജംഷി എങ്ങാനും വന്നിക്കണ? ആരും കാണാനല്ല അമ്മ വിചാരിക്കണ മാതിരിക്കേ ഞാൻ കാമുകനെ കാണാൻ വേണ്ടി പോകുന്നല്ല. അമ്മ പേടിക്കണ്ട, ഇനി കാമുകന്റെ കൂടെ ഒളിച്ചോടൊന്നുമില്ല. എല്ലാരും കൂടി എനിക്കൊരു കാമുകനെ ഉണ്ടാക്കി വെച്ചിക്കണല്ലോ. ഇജ്ജ് എന്താ കുട്ടിയെ ഇങ്ങനെ? എടി അന്ന് ഓൾ അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു ഇതിൽ ചോദിച്ചതല്ലേ. ഇജ്ജ് എന്താ ഇങ്ങനെ? ഇമ്മാന്റെ കുട്ടിക്ക് അറിയില്ല ഉമ്മാനെ. ഉമ്മാന്റെ കുട്ടീനെ സംശയിക്കോ? ഉമ്മാന്റെ കുട്ടിയല്ലേ ഉമ്മാനെ നോക്കണത്. അങ്ങനത്തെ ഞാൻ അന്നെ സംശയിക്കോ? ഏത് തള്ളാർക്കും ഒരു വേജാറുണ്ടാവും. അപ്പത്തെ ആ ഒരു ഇതിൽ അങ്ങനെ ചോദിച്ചു പോയതാണ് റിനുവിനോട്. എല്ലാവർക്കും കാരണം സംശയം ഉണ്ടായിട്ട് ചോദിച്ചതല്ല. പിന്നെ ഇമ്മാക്കിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ റിനുവിനോട് ആ ചോദ്യം ചോദിക്കല്ല. അതൊക്കെ വിടിമ്മ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. എടി ഇനി വില ലോൺ എടുത്തിട്ടാണ് പൈസ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ, നമുക്ക് സ്ഥലം പിന്നെ വാങ്ങാം. ആ പിന്നെ എടി മൂത്തമ്മ വിളിച്ചിന്ന്. അന്റെ ഉപ്പാന്റെ ഒരു മൂത്തമ്മ ഇല്ലേ? മൂത്തമ്മ നമ്മളിവിടക്ക് തിരിഞ്ഞു നോക്കാത്ത ആ സാധനം അതന്നെ. ആ പ്രായമുള്ള അങ്ങനെ ഇങ്ങനൊന്നും വരവില്ല. ഇപ്പൊ മരിച്ചതിന് ശേഷം തീരെയും വന്നിട്ടില്ല. അതുണ്ടെന്ന് എന്നും ഇല്ലാത്ത പതിവില്ലാത്തതില് രാവിലെ വിളിക്കണം ഇങ്ങോട്ട് വരുന്നുണ്ട് ബസ്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താന്നറിയില്ല. അതെന്തിനാ അപ്പൊ ഇങ്ങോട്ട് വരണേ? അത് ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ ഉണ്ടായിപ്പോഴും ഉണ്ടായിരുന്നില്ല, ഇതിനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായപ്പോ എന്തെങ്കിലും 2000-3000 വാങ്ങാൻ വേണ്ടി ഇപ്പാന്റെ അടുത്തേക്ക് വരിക എന്നല്ലാതെ ഇപ്പൊ മരിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു കുടുംബം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു അന്വേഷിച്ചിട്ട് ചെയ്യാം. ഒരു പെട്ടെന്ന് ഇപ്പൊ ഒരു പൊട്ടിമുളച്ച് വരവ്. ഇനി പ്രശ്നം ഉണ്ടാക്കാനായാലും ഇല്ലെങ്കിലും ഇതൊന്നും മുണ്ടണ്ട. എത്ര ആയാലും വയസ്സിന് മൂത്തതല്ലേ. പറയാനുള്ളൊക്കെ ഉമ്മ പറഞ്ഞോണ്ട് ട്ടാ. ഞാൻ പറയാതെ ഇരിക്കണം എന്നുണ്ടെങ്കിലേ ഓരാദ്യം നല്ലപോലെ ആവണം. ഇന്ന് ഞാൻ പറയാതെ ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും. എന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പറയും. ഉമ്മാന്റെ കുട്ടിയെ മൂത്തമ്മ ഞാൻ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കുട്ടി ഒന്നും പറയണ്ട കേട്ടോ. കണ്ടില്ല കേട്ടില്ലാച്ചിട്ട് നിന്നാ മതി. ഒന്നും ഉണ്ടായിട്ടല്ല. എങ്ങനെ പോയാലും ഞമ്മക്ക് തന്നെ കുറ്റം. ഞാൻ എന്ത് ചെയ്താലും ഞമ്മക്ക് തന്നെ കുറ്റം ഉണ്ടാവുള്ളൂ. ഇനി എന്ത് അറിഞ്ഞിട്ടാണ് ഈ വരണതെന്ന് അറിയില്ല. ഇനി വിശ്വസിക്കാനും പറ്റൂല. എന്റെ കുഞ്ഞോൻ കാക്കാനെ ഈ സ്ഥലം വാങ്ങണ കൂട്ടം കുഞ്ഞോൻ അങ്ങോട്ട് വിളിച്ചറിഞ്ഞിക്കണോന്നും പറയാൻ പറ്റൂല. എന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പറയും. എന്റെ കുഞ്ഞോൻക്ക് പെറ്റ തള്ളനെക്കാട്ടിയും പെങ്ങന്മാരെക്കാട്ടിയും വലുതേ ബാപ്പാന്റെ ബാക്കിയുള്ളവരും ഉമ്മാന്റെ ബാക്കിയുള്ളവരും ഒക്കെയാണ്. ഓര് പറഞ്ഞതൊക്കെ വിശ്വസിക്കും, നമ്മള് പറഞ്ഞതൊന്നും വിശ്വസിക്കൂല. അതങ്ങനെ ഒരു കഥ. എന്നാലും എന്തിനേക്കാരിപ്പോ ഒരു വരണത്? ഇത്രയും കാലം വരാതെ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്നോ മരിച്ചെന്നോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. എന്തിനാ പറഞ്ഞത്? റിനുവിന്റെ ആ പ്രശ്നം കഴിഞ്ഞിട്ട് പോലും ആരൊന്നും വിളിച്ച് ചോദിച്ചിട്ടില്ല. പിന്നെന്തിനാ പോര് വരണത്? മാളുമായി പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കലുണ്ട്. പക്ഷെ ഈ മൂത്തമ്മ തീരല്ല. മാളുമായി നമ്മളെ ചീത്ത പറയാനെങ്കിലും വന്നു നോക്കും. നിങ്ങളെന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറയും. ഇന്നിപ്പോ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ റിനുവിന് എന്തെങ്കിലും പറഞ്ഞാലാ ഞാൻ പറയും. ഇല്ലടി, ചിലപ്പം കുറെ കാലായില്ല ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ വരികയാവും. വേറൊന്നിനല്ല, പ്രശ്നം ഉണ്ടാക്കാനാവൂല. ഇത് ചായ വന്ന് കുടിക്ക്. ചായ കുടിച്ചിട്ട് പോയാൽ മതി. എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കാലിപ്പള്ളയിൽ പോകണ്ട, ഗ്യാസ് നിറയുള്ളൂ. ആ വരുന്നോടത്ത് വെച്ച് കാണാം. ആ ഞാൻ വരാം. എന്താ ഇപ്പൊ കാണാത്തത്? മൂത്തമ്മാനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ ചാടി കഴിഞ്ഞു. ഇമ്മൂട്ടി പൊടിക്കെ പോയത് ഈ മീൻ നന്നാക്കാതെ. നേരത്തെ തന്നെ ഈ മീൻ നന്നാക്കി കറി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കെഞ്ഞില്ലേ. ഇനിയിപ്പോ മൂത്തമ്മ വന്നിട്ട് ഇങ്ങനെ പിറേർത്തുങ്ങാണ്ട് നിൽക്കും.
നേരം വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയാണോ അതാണോ ഇതാണെന്ന് ചോദിച്ചു. അതാണെങ്കിൽ ചൊറിഞ്ഞാണ്ടുള്ളൊരു സാധനമാണ്, മറുത്തൊന്നും പറയാനും പറ്റൂല. ഈ പെണ്ണി മീൻ നന്നാക്കിയാണ്ടൊന്നും ഞാൻ കറി വെച്ചൂടെ? ഞാൻ നന്നാക്കി തന്നാ അത് ഞാൻ കറി വെച്ചിരുന്നു. ഫോണാണെങ്കിൽ മണ്ടയിക്കളെ. ആ ചേച്ചിയെ, ഞാൻ ഇപ്പൊ വരട്ടാ. ഞാൻ മിസ് കോൾ അടിച്ച് ഇപ്പളാ കണ്ടത്. ആയിക്കോട്ടെ. നിങ്ങൾ ആ കടയിൽ കയറി ഇറങ്ങുമ്പോ അവിടെ എത്തും. ഇല്ല മറക്കൂല, ആധാർ കാർഡ് എടുക്കണ്ട്. ഓ പൈസ ഇല്ലാന്ന് ഇങ്ങനെ പറയും. എന്നാ മണിമാളികയിലാണ് വാടക കൊടുത്ത് നിക്കല്. എന്താ പോയി പേരന്റെ 4 പുറം പെണ്ണുങ്ങൾ താമസിക്കണ പേരയാണാല. സൈന എന്നാ ശരി. വന്ന മൂത്തമ്മ കേറി ഇരിക്കങ്ങള്. ഓ ഇവിടെ ഉണ്ടായിന്നാ. പിന്നെ ഞാൻ ഇരിക്കല്ലാതെ നിക്കാൻ പറ്റുമോ? എന്റെ മുട്ടുകാല് 2 വേദനയാണ്. ഈ മുട്ടുകാല് വെച്ച് ഞാൻ ഇങ്ങനെ നിക്കാൻ പറ്റുമോ? നിങ്ങളെന്തേന്ന് നേരം വൈകിയത്? ബസ് എന്റെ ഇഷ്ടത്തിന് സ്പീഡിൽ ഇങ്ങോട്ട് വരൂല. ബസ്സിന്റെ ഇഷ്ടത്തിനല്ലേ വരുള്ളൂ. ഡ്രൈവറോട് പറയാൻ പറ്റുമോ? എന്റെ ഒരു ബന്ധം അവിടെ കാത്തിക്കുണ്ട്, അങ്ങോട്ട് ഓടിച്ചു പോയി എന്നുള്ളത്. അങ്ങനൊന്നും വരാൻ പറ്റൂല. അല്ലെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരണുണ്ട് എന്ന് പറയുമ്പോ നിങ്ങക്ക് എന്തോ ഒരു സന്തോഷം എന്നൊക്കെ നല്ല അറിയാം. കൂടുതൽ അങ്ങോട്ട് സോപ്പ് ഇടണ്ട എന്റെ പൊന്നാര സൈന. കേറി വന്ന പാടന്നെ ഉമ്മാന്റെ നെഞ്ഞത്തൊക്കെ കേറണത്. ഞാൻ രാവിലെ വരുന്ന വിചാരിച്ചപ്പോളേ ചായം കടയൊക്കെ ഉണ്ടാക്കി വെച്ച്. പിന്നെ പൈച്ചപ്പോ ഞാനും പിള്ളേരും കൂടി തിന്ന്. അപ്പൊ ഇന്നെ കാത്തുക്കാനൊന്നും നേരമില്ല. അപ്പോഴത്തേണ്ടോ പള്ളക്കണ്ട് പൈച്ച്. ഇന്ന മക്കള് തിന്നോട്ടെ, ഞാൻ മൂത്തമ്മ വന്നിട്ട് തിന്നോളാന്നൊന്നല്ല പറിച്ചില്ല. അപ്പോത്തിന് എന്റെ പള്ളന്റെ പൈപ്പണ്ട് ഇതായി. വല്ലാത്തൊരു പെമ്പറന്നോൾ തന്നെയാണ്. ഇക്കും ആണ്ട എന്റെ കാടിയള്ളം വരുമ്പോളേ കുടിച്ചീന്ന് എന്റെ പൈസ പോയാലെന്താ? അന്റെ ഈ കൊഞ്ചും പോലുള്ള കാടികളും കുടിക്കണ കാടി നല്ലതേ കുടിച്ചാതിരിക്കുകയാണ്. എല്ലാ എവിടെ എന്റെ മകള് റിനു അത് മരിയോളവിടെ? നൂറ അവിടെ ഉണ്ട്. എന്നടി മൂത്തമ്മ വന്നിക്കണേ. ഓളെ കൂട്ടുകാരത്തിനെ കാണാൻ പോകാ തോന്നണ്. ഇന്ന് ബഷീറാക്കാർക്ക് പോയിട്ടില്ല. മുട്ടിയേ എന്നടി മൂത്തമ്മ വന്നിക്കണേ. മൂത്തമ്മ അല്ല, നിങ്ങൾ സ്ഥലം വാങ്ങിന്നൊക്കെ അറിഞ്ഞല്ല. പൊന്നാര മക്കളെ, ഇന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ല. സ്ഥലം വാങ്ങിയിട്ടൊന്നുമില്ല. സ്ഥലത്തിന് എന്തോള് അച്ചാരം കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ വാങ്ങിയിട്ടൊന്നുമില്ല. 5000 റുപ്യ അങ്ങനെ അച്ചാരം കൊടുത്തിട്ടുള്ളൂ. സ്ഥലം വാങ്ങാൻ പൈസ ഒന്നും റെഡി ആയിട്ടില്ല. എന്താ സൈനജ് പറഞ്ഞത്? അച്ചാരം കൊടുത്താലും സ്ഥലം വാങ്ങിയ മാരിക്കല്ലേ? പൈസ കയ്യിൽ അട്ടില്ലാതെ ഇപ്പൊ നിങ്ങൾ സ്ഥലം വാങ്ങുവോ? എന്നാ ഇപ്പൊ കുഞ്ഞോൻ വരണത്? അല്ലേ കുഞ്ഞോന്റെ പേരിലല്ലേ സ്ഥലം വാങ്ങേണ്ടത്? ഓനല്ലേ ഈ പെരയിലെ നാഥ? പിന്നെ ഓന്റെ പേരിലല്ലേ സ്ഥലം വാങ്ങേണ്ടത്? പേരിലാക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ അപ്പത്തെ ഒരിതുപോലല്ലേ. അല്ല മൂത്തമ്മ, ഇങ്ങളോട് ഇതൊക്കെ ആരെ വിളിച്ചറിഞ്ഞത്? ഇതെവളാണോ? ഇമ്മ ഈ നൂറ് പറഞ്ഞു നോക്കി. ഞാൻ എപ്പോഴാ മൂത്തമ്മ നിങ്ങളെ വിളിച്ചത്? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ വിളിച്ചിക്കണ?